അപ്പോഴേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇന്ന് വിശിഷ്ടാതിഥികൾ 2-3 പേര് വരുന്നുണ്ട് മദാമ്മയുടെ വീട്ടിലേട്ടാ. അപ്പോൾ എനിക്കാണ് ഫുഡിൻ്റെ ഓർഡർ. 3-4 തരം കറി ഞാൻ റെഡിയാക്കണേണ്. അവിടെ കഞ്ഞി മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. കറിയെല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ട് കൊടുക്കണേണ്. അപ്പോൾ കരിമീൻ, അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി പോലെ കരിമീൻ വെക്കുന്നുണ്ട്. അതിൽ കരിമീനിട്ട് റെഡിയാക്കുന്നുണ്ട്. പുളി ഇഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വലിയ പിരോപ്പ് മേടിച്ച് വറുക്കുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം ചെമ്മീൻ റോസ്റ്റാണ്. ഇങ്ങനെ 4 ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അങ്കമാലി സ്പെഷ്യൽ മീൻ കറി റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഒരു 4 കൂട്ടമായിട്ട് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഇന്ന്. സ്പെഷ്യൽ ഫുഡായിട്ട് ഒരു ഗസ്റ്റിന് വേണ്ടി ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് അങ്കമാലി സ്പെഷ്യൽ മീൻ കറിയാണ്. അപ്പോൾ കരിമീനാണ് റെഡിയാക്കുന്നത്. ഒരു 1.25 കിലോത്തോളം കരിമീനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 10-15ഓളം ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 പച്ചമുളക് ഇത്രയും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ. ഈ പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി. നമുക്കിനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കറി റെഡിയാക്കാം. നന്നായിട്ടിത് കൈ കൊണ്ട് തിരുമ്മി ഈ സവാള ഉള്ളിയൊക്കെ ഒന്ന് ഉടയണം. ഉടനെ ആ നീരിറങ്ങണം. അത്ര നേരം നമ്മളൊന്ന് ഇത് മിക്സ് ചെയ്യേണ്ടി വരും. രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇതൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി റെഡിയാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മസാല എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അധികമായിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മാങ്ങയാണ് ഇട്ട് കൊടുക്കാം. ഇത് 2-ാം പാലാണ്. ഒരു തേങ്ങയുടെ പാലാണ്. 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മീനിൻ്റെ ചാറ് നോക്കാം. ഇതിപ്പോൾ തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാണ്. കാരണം കരിമീത്തിന് വലിയ വേവില്ല. അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റായി. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് മീനും കൂടി ഇടണം. ഇതാണ് മീൻ. അപ്പോൾ ഇതൊരു 10-12 കഷ്ണത്തോളം ഉണ്ട് കേട്ടോ. 1 കിലോനധികമുള്ള മീനാണ്. ഞാൻ എല്ലാ മീനും 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ കാട്ട കറിച്ചട്ടി മൺചട്ടി എൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ചട്ടിയിൽ ഞാൻ വെച്ചത്. മീനെല്ലാം നമുക്കൊന്ന് മുക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമുക്ക് മീൻ കറി നോക്കാം കേട്ടോ.
ഇതിപ്പോൾ അത് തിളച്ചിട്ട് 10 മിനിറ്റ് അധികമായി. എണ്ണയൊക്കെ തിരിഞ്ഞു. ഇത്ര മതി. കരിമീനായതുകൊണ്ട് വലിയ വേവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാലാണ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂട് കയറിയാൽ മതി. ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ നിർത്താം. അപ്പോഴേ നമുക്ക് മീൻ കറിക്കൊരു താളിപ്പിടണം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു 5-8 ഉള്ളിയാണ് വട്ടം വട്ടം അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ചെറിയൊരു തിള വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും മുളകും എല്ലാം കൂടി ഉള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരല്പം ഉലുവാപ്പൊടിയാണ്, ഇത് വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മീൻ കറി റെഡിയായി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരൈറ്റം എന്താണെന്നോ, പുളിയിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി നന്നാക്കി കഴുകി നീറ്റാക്കി വട്ടം വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരണം ആദ്യം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിയട്ടെ കേട്ടോ. ഒരു പച്ചമുളകും വട്ടം വട്ടം അരിഞ്ഞിട്ടിരുന്നു കേട്ടോ. എല്ലാം കൂടിയാണ് ഇട്ടത്. ഉള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. ഇത് ഈ പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇഞ്ചിക്കറി ഒന്ന് റെഡി ആവട്ടെ. തിളച്ച് ഇതൊന്ന് സെറ്റാക്കി ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി സെറ്റായിക്കൊണ്ടിരിക്കണതാണ്. ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. ശർക്കരപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി സെറ്റായിക്കൊണ്ടിരിക്കണതാണ്. ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. ശർക്കരപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി എണ്ണയൊക്കെ തിരിഞ്ഞ് സെറ്റായേക്കണേണ്. ലാസ്റ്റ് നമ്മൾ ഇറക്കണതിന് മുമ്പ് ഇത്തിരി കായപ്പൊടിയാണ്, ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. ഓക്കെ. അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 കിലോ വലിയ ചെമ്മീൻ ഞാൻ 1 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. നമുക്കിതൊന്ന് ആദ്യം വറുത്ത് കോരാം. 1 കിലോനേ ഉള്ളൂ. രണ്ട് ട്രിപ്പായിട്ട് വറുത്ത് കോരാം കേട്ടോ. നമ്മുടെ ഒരു ട്രിപ്പ് ചെമ്മീൻ റെഡിയായിട്ടോ. ഇത്ര മതി. നമുക്കിനി ഗ്രേവി കിടന്ന് റെഡിയാവുള്ളതാണ്. ഇത് കോരി മാറ്റാം. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ചെമ്മിന് നമ്മൾ വറുത്ത് റെഡിയായി. ഇനി അത് കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ. നമുക്കിതിനുള്ള ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ ഇതിൽ 2 തക്കാളി, 2 സവാള, 10-20 ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പൊടി പൊടിയാക്കി വരുന്നത്, 2 പച്ചമുളക് എന്നിവ ഇട്ടിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചെമ്മീത്തിൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടോ. ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയാണ്, ഒരല്പം കുരുമുളക് പൊടി. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത പൊടികളെല്ലാം ഇതിലായിട്ടുണ്ട്. നമ്മൾ ആ ചട്ടി തന്നെ റെഡിയാക്കിയേക്കണത്, വറുത്ത ചട്ടി തന്നെയാണ് ഗ്രേവിയും റെഡിയാക്കിയേക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഈ ഗ്രേവിയിൽ വെച്ചിട്ട് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കണേണ്. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ ചെമ്മീൻ റോസ്റ്റും റെഡിയായി. നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ, നമുക്ക് കെട്ടിലെ പിലോപ്പി 1 കിലോ മേടിച്ച് അത് വറുക്കണേണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അല്പം, പിന്നെ ഇത്തിരി മസാലപ്പൊടി കൂടി ചേർത്ത്, പിന്നെ അല്പം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അല്പം എണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു സെറ്റ് റെഡി ആയിട്ടോ. ഉപ്പ് മാറ്റാം. അടുത്ത ട്രിപ്പ് തലഭാഗമാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. മരിയട്ടെ. അങ്ങനെ നമ്മുടെ അടുത്ത ട്രിപ്പും റെഡി ആയിട്ടോ മീൻ വറുത്തത്. ഇതൊക്കെ തലഭാഗമാണ്. ജാൻസിയാണ് ഇത് ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ബെൽഫാസ്റ്റിലുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ജാൻസി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡാണ് ഈ കാണുന്നത്. എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ജാൻസി. ഡെയിലി ഡെലിഷ്യസ് ഫുഡാണ് ജാൻസി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, ചെമ്മീൻ, പിന്നെ എന്താണ് പുളി ഇഞ്ചി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ജാൻസി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ജാൻസിയുടെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ജാൻസിയുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ്സ് ചെയ്യണം. കാരണം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൊതിപ്പിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഓക്കെ.